പഞ്ചായത്ത് ഓംബുഡ്സ്മാൻ വിധിച്ച 50,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കി കോടതിയിൽ പോയിട്ട്, വെറും കോടതിയിൽ ഹൈക്കോടതി വരെ പോയിട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഹർജി എടുത്ത് വാലിച്ചെറിഞ്ഞ് ഊക്കിവിട്ടൊരു പഞ്ചായത്തുണ്ട് കണ്ണൂർ ജില്ലയിൽ. നടുവിൽ ഗ്രാമപഞ്ചായത്ത് എന്നാണ് അതിന്റെ പേര്. സംഗതി ഇതാണ്, 2017-18 വർഷം ഈ വീട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഗ്രാമസഭയിലൊക്കെ അപേക്ഷ വെച്ചിട്ട് പൈസ പാസ്സാക്കി കൊടുക്കുമല്ലോ. അങ്ങനെ KV അച്യുതൻ എന്ന് പറയുന്ന ആള് ഒരു അപേക്ഷ വെക്കുന്നു. അയാള് ഗ്രാമസഭ പരിശോധിച്ച്, ഗ്രാമസഭയുടെ ആളുകളൊക്കെ വീട്ടിലൊക്കെ വന്ന് പരിശോധിച്ച് ഇത് പരിഗണിക്കേണ്ട കേസാണ് എന്ന് മനസ്സിലാക്കിയിട്ട് 2ാം നമ്പറുകാരൻ, അതായത് 1, 2 എന്നുള്ള 2 പേർക്ക് 50,000 വീതം വെച്ചാണ് കൊടുക്കുക. 2ാം നമ്പറുകാരനായിട്ട് പരിഗണിക്കും. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ വീടിന്റെ പണിയൊക്കെ തുടങ്ങിയ പൈസ നമ്മൾ പാസ്സാക്കി തരുന്ന പറഞ്ഞു. അയാൾ ലോണൊക്കെ എടുത്ത് പണിയൊക്കെ തുടങ്ങി. പണി തീരാറായ സമയത്ത് ഈ 2ാം നമ്പറുകാരൻ പഞ്ചായത്തിന്റെ തിരിമറിയിലൂടെ 3ാം നമ്പറുകാരനായിട്ട് മാറി. 3ാം നമ്പറുകാരനായി 50,000 രൂപ കിട്ടൂല. 1ാം നമ്പറും 2ാം നമ്പറിനും മാത്രമേ 50,000 രൂപ കിട്ടൂ. 3ാം നമ്പറുകാരനായിട്ട് അച്യുതൻ മാറി. അച്യുതനോട് പറഞ്ഞു, ഒരു ഉപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന വണ്ടി വിട്ടോന്ന് പറഞ്ഞു പഞ്ചായത്ത്. അച്യുതൻ എന്ത് ചെയ്തു? അച്യുതൻ ആൺകുട്ടി ആയതുകൊണ്ട് അച്യുതൻ നേരെ ഓംബുഡ്സ്മാൻ ഒരു പരാതി കൊടുത്തു. എന്നെ ഇങ്ങനെയായിരുന്നു, 1ാം നമ്പറും 2ാം നമ്പറുകാരനും 50,000 രൂപ വെച്ച് കിട്ടുന്നതാണ്. 2ാം നമ്പറുകാരനായ എന്നെ പണിയെല്ലാം തുടങ്ങിക്കോ, പൈസ നമ്മൾ തന്നോളാം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പറഞ്ഞ് പറ്റിച്ചു. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ലോൺ എടുത്തിട്ട് ആ ലോൺ തിരിച്ചെടുക്കാനുള്ള ഒരു മാർഗ്ഗമില്ല, സഹായിക്കുന്നു പറഞ്ഞു. ഓംബുഡ്സ്മാൻ പറഞ്ഞു, പഞ്ചായത്തെ 50,000 രൂപ മര്യാദ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുത്തോളണം, വേറെ പരിപാടി നടക്കില്ല, എന്നിട്ട് ആ കാര്യം അവിടെ തീർപ്പാക്കുന്നു പറഞ്ഞു. ഇവർ ഓംബുഡ്സ്മാന്റെ ഈ ഉത്തരവൊക്കെ നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ കോടതി പോയി. ആദ്യത്തെ കോടതി എടുത്ത് കളഞ്ഞ് ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ വന്നു, വലിച്ചെറിഞ്ഞു. ഡിവിഷൻ ബെഞ്ചിൽ വന്നു. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, നിങ്ങൾ 50,000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ നികുതി പണം കൊണ്ട് ഈ കോടതി കയറി ഇറങ്ങുന്നത് എന്തിനാണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആ ഹർജി പോലും പരിഗണിക്കാതെ വലിച്ചെറിഞ്ഞതാണ് പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു 50,000 രൂപ നഷ്ടപരിഹാരമല്ല, അയാൾക്ക് അർഹതപ്പെട്ട പൈസ കൊടുക്കാതിരിക്കാൻ തിരിമറി നടത്തിയ പഞ്ചായത്ത് നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കോടതി മുഴുവൻ കയറി ഇറങ്ങാൻ എത്ര ഉറുപ്പിയായിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാലോ.